ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിത് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 3 ഏലക്ക ഇട്ട് കൊടുക്കുക. അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നല്ലോണം അരഞ്ഞിട്ട് പൊടിയാണ്ട് ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ ആക്കിയാൽ മതി. ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിസ്കാണ് മിക്സ് ചെയ്യാൻ എടുക്കുന്നുണ്ടെങ്കിൽ കട്ടയെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇതിലെ കട്ടയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ അടച്ചു വെക്കാം. അപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്. നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. റവ നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പിഞ്ചളവിൽ അപ്പക്കാരാണ്, അതായത് ബേക്കിംഗ് സോഡ. ഇനി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് നല്ലോണം ടൈറ്റായിട്ട് തോന്നിയെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായൊരു പരുവം. അപ്പോൾ ഈ സമയത്ത് ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടേനു. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഇതേപോലെ ഒരു ചെറിയ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മാവ് കോരിയിട്ട് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടിയിട്ട് ഒഴിക്കുക. പിന്നെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടൂല. അപ്പോൾ ഒരു ബാച്ച് ഇട ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിഭാഗമെല്ലാം ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളെ വീട്ടിലെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റി വെക്കലാണ്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ടോട്ടലായിട്ട് 3 ബാച്ചുകളായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.